السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുകയാണ്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കുവാനായി നാം കാത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ SKSSF എറണാകുളം ജില്ലാ മീഡിയ വിങ്ങിനു കീഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിട്ടുള്ള പഠനവേദിയിലാണ് നാം ഉള്ളത്. പ്രിയമുള്ളവരെ, റമളാനിലൂടെ നാം നേടിയെടുത്ത ആത്മവിശുദ്ധിയുടെ ഒരു സ്വീകാര്യത എന്നോണമാണ് അല്ലാഹു തആല ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നിസ്കാരത്തിൽ വന്നു പോകുന്ന പാകപ്പിഴവുകളെ സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് നാം പരിഹരിക്കുന്നത് പോലെ റമളാനിൽ നമ്മുടെ നോമ്പുകളിൽ വന്നേക്കാവുന്ന പാകപ്പിഴവുകളെ പരിഹരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഫിത്ർ സക്കാത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന സൗമ റമളാൻ മുഅല്ലഖും ബൈന സമാഇ വൽ അർദ് ലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ എന്നാണ്. റമളാനിലെ നോമ്പിൻ്റെ ആ ഒരു സ്വീകാര്യത ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമെന്നാണ്. അത് അല്ലാഹുവിലേക്ക് ചെന്നെത്തുന്നത് ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ആരാണ് കൊടുക്കേണ്ടത് എന്ന വിഷയമാണ്. പെരുന്നാളിൻ്റെ രാവിലും പകലിലുമായി അവനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, കയറിക്കിടക്കാനുള്ള പാർപ്പിടം, ഇവ മൂന്നും കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ്. ഇതിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെരുന്നാളിൻ്റെ മഗ്‌രിബിന് മുമ്പ് ജനിച്ച കുട്ടിക്കും അതുപോലെ പെരുന്നാളിൻ്റെ മഗ്‌രിബിന് ശേഷം മരണപ്പെടുന്ന ഒരു വ്യക്തിക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. പെരുന്നാളിൻ്റെ മഗ്‌രിബ് എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ജനിക്കുന്ന ഒരു കുട്ടിക്കും അതുപോലെ ഇന്നത്തെ മഗ്‌രിബിന് ശേഷം മരണപ്പെടുന്ന ഒരു വ്യക്തിക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വിഷയം, ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നതാണ്. പെരുന്നാളിൻ്റെ മഗ്‌രിബ് മുതൽ, അഥവാ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്‌രിബ് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരെയുള്ള സമയമാണ് സുന്നത്തായ സമയമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ റമളാൻ തുടങ്ങുന്നത് മുതൽ ഇത് കൊടുക്കൽ അനുവദനീയമാണ് എന്നതും, മറ്റൊരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീട്ടിക്കൊണ്ടുപോകൽ കറാഹത്താണ് എന്നും അത് കഴിഞ്ഞുള്ള സമയം ഹറാമുമാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഫിത്ർ സക്കാത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാവണം എന്നത് മറ്റൊരു വിഷയമാണ്. ഇതെൻ്റെ മേൽ നിർബന്ധമായ ഫിത്ർ സക്കാത്താണ് എന്നാണ് നാം നിയ്യത്ത് വെക്കേണ്ടത്. മാത്രമല്ല, ഇത് എവിടെ വച്ച് കൊടുക്കണം എന്നുള്ളത് പലരും സംശയമായി ചോദിക്കുന്ന ഒന്നാണ്. നാം ഏത് നാട്ടിലാണോ താമസിക്കുന്നത് അവിടെ വച്ചാണ് നാം നമ്മുടെ മേൽ നിർബന്ധമായ ഫിത്ർ സക്കാത്തിനെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഗൾഫിലുള്ള ആളുകൾക്ക് അവരുടെ മേൽ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുത്താൽ മതിയാകില്ല എന്ന് മാത്രമല്ല, അവർ താമസിക്കുന്നത് എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം പറയാനുള്ളത്, എന്താണ് കൊടുക്കേണ്ടത് എന്നതാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം ഏതാണോ അത് കൊടുക്കണം എന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലത് അരിയാണ്. ഇവിടെ പലർക്കും വരാവുന്ന ഒരു സംശയമാണ്, വില കൊടുത്താൽ മതിയാവില്ലേ എന്നുള്ളത്. അതിൽ പറയാനുള്ളത്, നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും, ലാ തുജ്സിഉ ഖീമത്തൻ എന്നുള്ളതാണ്. വില കൊടുത്താൽ മതിയാവില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം ഏതാണോ അത് കൊടുക്കണം എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് നാം ആർക്കാണ് കൊടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണോ അവർക്കാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സാഹചര്യത്തിൽ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഒന്ന് രണ്ട് വിഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി ഫക്കീർ, മിസ്കീൻ,
കടം കൊണ്ട് വലയുന്നവർ, അതുപോലെ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ഈ 4 വിഭാഗങ്ങളെ നമുക്ക് കണ്ടെത്താനും അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നത് കൊടുക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടി അടുത്ത അയൽവാസികൾക്കോ അടുത്ത കുടുംബക്കാരിലേക്കോ തിരിച്ചും മറിച്ചും കൊടുക്കുന്ന ഒരു പ്രവണതയാണ്. അതിനേക്കാൾ ഉപരി യഥാർത്ഥ അവകാശികൾ ആരാണ് എന്ന് കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നത്. എത്ര അളവിൽ കൊടുക്കണം എന്നതും പ്രധാനമാണ്. ഫുഖഹ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോരുത്തർക്കും ഒരു സ്വാഅ് വീതം കൊടുക്കണമെന്നാണ്. ഒരു സ്വാഅ് എന്നത് കൃത്യമായി പറഞ്ഞാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. ഓരോ അരിയുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളനുസരിച്ച് തൂക്കം വ്യത്യാസം വരുന്നതിനാൽ അതിനു സമാനമായ ഒരു തൂക്കം പറയുക എന്നുള്ളത് അസാധ്യമാണ്. ഓരോരുത്തരും അവർ കൊടുക്കുന്ന അരിയുടെ കണക്കുകൾ കൃത്യമായി പരിശോധിച്ച് കൂടിപ്പോയാലും ഒട്ടും കുറയാതെ തന്നെ കൊടുക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.